ഈയിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന പേരാണ് ഷെറിൻ. ആരാണ് ഈ ഷെറിൻ? എന്താണ് ഈ കാർണവർ കൊലക്കേസ്? ആരാണ് കാർണവർ? നമുക്ക് നോക്കാം. 2009 നവംബർ 8-നാണ് ചങ്ങനാശ്ശേരി ചെറിയനാട് തുരുത്തിയിന്മേൽ കാർണവസ് വില്ലയിലെ ഗൃഹനാഥനായ ഭാസ്കര കാർണവർ കൊല്ലപ്പെടുന്നത്. 3 പതിറ്റാണ്ടോളം അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്റ്റോർ കീപ്പറായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഭാസ്കര കാർണവർ. അമേരിക്കയിൽ നഴ്സായിരുന്ന ഭാര്യ ശാന്തയുടെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം നാട്ടിൽ സ്ഥിരതാമസമാക്കുന്നത്. ഭാസ്കര കാർണവരുടെ മക്കളിൽ ഇളയവനായ ബിനു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയായിരുന്നു. മകന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നിരന്തരം വ്യാകുലപ്പെട്ടിരുന്ന അദ്ദേഹം തന്റെ മകന്റെ അവസ്ഥ മനസ്സിലാക്കി അവന്റെ കൂടെ ജീവിക്കാൻ തയ്യാറുള്ള ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചു നടന്നു. ഈ അന്വേഷണം ചെന്നെത്തുന്നത് പത്തനാപുരം സ്വദേശി ഷെറിനിലാണ്. അതീവ ദരിദ്രമായ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഷെറിൻ ഭാസ്കര കാർണവരുടെ മകനെ വിവാഹം ചെയ്യാൻ തയ്യാറായി. എന്നാൽ ചില ഡിമാൻഡുകൾ ഷെറിന്റെ കുടുംബത്തിനുണ്ടായിരുന്നു. ഷെറിന്റെ കുടുംബത്തിനെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് പുറമെ വിവാഹശേഷം ഷെറിനെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. ഈ നിബന്ധനകൾ ഭാസ്കര കാർണവർ അംഗീകരിക്കുകയും ഷെറിനും മകൻ ബിനുവുമായുള്ള വിവാഹം നടക്കുകയും ചെയ്യുന്നു. വിവാഹശേഷം ന്യൂയോർക്കിലെത്തുന്ന ഷെറിൻ അവിടെ ഒരു ഷോപ്പിൽ ജോലിക്ക് കയറുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ ഒരു മോഷണ കേസിൽ പിടിക്കപ്പെട്ടതോടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ കാർണവർ അധികം വൈകാതെ കുടുംബസമേതം നാട്ടിലെത്തി സ്ഥിരതാമസം തുടങ്ങുകയായിരുന്നു. സാമ്പത്തിക ലാഭം മുൻനിർത്തി മാത്രം ബിനുവിനെ വിവാഹം ചെയ്ത ഷെറിന് ബിനുവിനോട് കാര്യമായ സ്നേഹമോ ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ നിരന്തരം കലഹങ്ങൾ പതിവായിരുന്നു. ഭർത്തൃപിതാവ് ഭാസ്കര കാർണവരുമായും ഷെറിൻ നിരന്തരം കലഹത്തിലേർപ്പെട്ടിരുന്നു. അക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ മാധ്യമമായിരുന്ന ഓർക്കുട്ടിൽ സജീവ സാന്നിധ്യമായിരുന്നു ഷെറിൻ. നിരവധി ആൺ സുഹൃത്തുക്കളുമായി ഷെറിന് വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളറിഞ്ഞ കാർണവർ ഷെറിനെ ശക്തമായി ശാസിക്കുകയും താക്കീത് ചെയ്യുകയും ഉണ്ടായി. ഷെറിന് തന്റെ മകനോട് ആത്മാർത്ഥമായ സ്നേഹമില്ലെന്ന് മനസ്സിലാക്കിയ കാർണവർ തന്റെ വിൽപത്രത്തിൽ നിന്ന് ഷെറിന്റെ പേര് ഒഴിവാക്കി. ഇക്കാര്യം അറിഞ്ഞ ഷെറിൻ കാർണവരെ വകവരുത്താൻ തീരുമാനിക്കുന്നു. ഓർക്കുട്ടി വഴി പരിചയപ്പെട്ട സുഹൃത്തായ ബാസിദ് അലിക്ക് കാർണവരെ കൊല്ലാൻ കൊട്ടേഷൻ നൽകുന്നു. അങ്ങനെ 2009 നവംബർ 8 രാത്രി ബാസിദിനും കൂട്ടുകാർക്കും വേണ്ടി കാർണവസ് വില്ലയുടെ വാതിലുകൾ തുറന്നിട്ട ഷെറിൻ കൊലപാതകികൾക്ക് കാർണവരുടെ മുറി കാണിച്ചു കൊടുത്ത് എല്ലാത്തിനും കൂട്ടുനിന്നു. കാർണവരുടെ മുറിയിൽ കയറിയ ബാസിദും കൂട്ടുകാരും അയാളെ ക്ലോറോഫോം മണപ്പിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ശേഷം അടുക്കളയിൽ നിന്ന് മുളകുപൊടി എടുത്തുകൊണ്ടുവന്ന് മുറിയിലാകെ വിതറി. ഷെറിന്റെ നിർദ്ദേശപ്രകാരം മോഷണശ്രമത്തിനിടയിൽ കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാൻ മുറിയിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് സ്വർണവും പണവുമായി അവിടുന്ന് കടന്നുകളഞ്ഞു. കാർണവരുടെ മരണം കൊലപാതക ശ്രമത്തിനിടയിൽ ഉണ്ടായതാണെന്ന് വരുത്തി തീർക്കാൻ ഷെറിൻ തുടക്കം മുതലേ വ്യഗ്രത കാണിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള മൊഴികളാണ് കേസ് അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിനും ഷെറിൻ നൽകിയത്. ഷെറിന്റെ മൊഴികളിലെ വൈരുദ്ധ്യവും ബന്ധുക്കളിൽ ചിലർ നൽകിയ വിവരങ്ങളും അന്വേഷണം ഷെറിനിലേക്ക് തിരിക്കാൻ പോലീസിന് പ്രേരകമായി. ഷെറിന്റെ ലാപ്ടോപ്പും മൊബൈലും പരിശോധിച്ചതിൽ നിന്ന് ബാസിദിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. വിവാഹിതയായ ഷെറിൻ ബാസിദിനെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതും കൊലപാതകം നടന്ന ദിവസത്തിനടുത്ത് വീടിനും പരിസരത്തും ബാസിദിന്റെ സാന്നിധ്യവും പോലീസിന്റെ നിഗമനങ്ങൾ ശരിവെക്കുന്നതായിരുന്നു. തുടർന്നുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കാർണവരുടെ മരണത്തിനു പിന്നിൽ ഷെറിനാണെന്ന കാര്യം വ്യക്തമായി. ശാസ്ത്രീയമായ അന്വേഷണത്തിനും വിചാരണയ്ക്കും ശേഷം 2010 മാവേലിക്കര സ്പെഷ്യൽ കോടതി ഷെറിൻ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും മുഖ്യപ്രതിയായ ഷെറിന് 3 ജീവപര്യന്തവും കൂട്ടുപ്രതിയായ ബാസിദിന് ഇരട്ട ജീവപര്യന്തവും ശിക്ഷ വിധിച്ചു. 2010 മുതൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഷെറിനെ വിട്ടയക്കാനുള്ള തീരുമാനത്തെ മന്ത്രിസഭ അംഗീകരിച്ചതും ഷെറിന്റെ സഹതടവുകാരിയായിരുന്ന സുനിത നടത്തിയ വെളിപ്പെടുത്തലുകളുമാണ് ഷെറിൻ ഇപ്പോൾ വാർത്തകൾ നിറയാൻ പ്രധാന കാരണം. ഷെറിനെതിരെ സുനിത നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതും സിനിമകൾ മാത്രം കണ്ടിട്ടുള്ളതുമാണ്. സുനിതയുടെ വെളിപ്പെടുത്തലുകൾ പ്രകാരം ഷെറിൻ ജയിലിൽ യഥേഷ്ടം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിരുന്നു. അവർക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ മേക്കപ്പ് സെറ്റും പുറത്തുനിന്നുള്ള നല്ല കിടക്കയും പുതപ്പും ഉണ്ടായിരുന്നു. അവർക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണം മിക്ക നേരങ്ങളിലും ലഭിച്ചിരുന്നു. ജയിൽ പുള്ളികൾക്കുള്ള വസ്ത്രമല്ല